ഏവർക്കും ഷാള ബ്രോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പഞ്ചേന്ദ്രിയങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ അനുഭവങ്ങളാണ് അതിൽ നിന്ന് ഉണ്ടാവുന്നതും എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഇതിൽ ഉദ്ദീപനങ്ങൾ, ഗ്രാഹികൾ. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് ഉദ്ദീപനങ്ങൾ എന്നുള്ളതാണ്. ഈ വാക്ക് തന്നെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. ഒന്ന് ഞാൻ വായിക്കാം. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. നമ്മൾ പറഞ്ഞു പ്രതികരണം എന്താണെന്നും അനുഭവം എന്താണെന്നും അറിയുക എന്നുള്ളത് എന്താണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം പ്രതികരണങ്ങൾ ശരീരം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അനുഭവങ്ങൾ അറിയാനും കാരണമാകുന്ന ചില ബാഹ്യമായിട്ടുള്ള സോഴ്സുകളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഉദ്ദീപനങ്ങൾ. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. പ്രകാശം എന്നുള്ളത് ഒരു ഉദ്ദീപനമാണെന്നും ശബ്ദം എന്നുള്ളൊരു ഉദ്ദീപനമാണ്, അല്ലെങ്കിൽ സ്പർശനം എന്നുള്ളത് ഒരു ഉദ്ദീപനമാണ്. അതായത് നമുക്കറിയാം, നമ്മളുടെ ശരീരത്ത് ഒരു കൊതുക് കടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ തല്ലും. അല്ലെന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അതിനെ കൂടുതൽ ആൾക്കാർ എന്താ ചെയ്യുന്നത്? അതിനെ അടിച്ച് അവിടെ ചോര വരുത്തും, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ അടിച്ച് കൊല്ലും. അതാണല്ലോ ചെയ്യുന്നത്. അപ്പം അതിന് കാരണം ഈ കൊതുക് എന്നൊരു ജീവി എന്ത് ചെയ്തു? നമ്മുടെ ശരീരത്ത് വന്ന് കുത്തി, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ചോര പിടിക്കാൻ നോക്കി. നമ്മുടെ ശരീരം എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു. അപ്പോൾ ആ കുത്തുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമുണ്ടല്ലോ, ആ ഒരു ഉദ്ദീപനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. എങ്കിലും കറക്റ്റായിട്ടുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കണ്ണിലേക്ക് വെട്ടമടിക്കുന്നു, നമ്മുടെ കണ്ണിലേക്ക് വെട്ടമടിക്കുന്നു, അതായത് അതിയായിട്ടുള്ള വെട്ടമടിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? കണ്ണടയ്ക്കും. അതെന്താണ്? അതൊരു ഉദ്ദീപനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രതികരിച്ചു. ആ പ്രതികരിച്ചതിൻ്റെ ഭാഗമാണ് എന്ത് ചെയ്തത്? കണ്ണടച്ചത്. ഇനി നമുക്ക് ഉദ്ദീപനങ്ങളും അറിവുകളെയും കുറിച്ചൊന്ന് പറയാം. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും നിറങ്ങളിലാണ് കാണുന്നത്, അല്ലേ? നമുക്കറിയാം 7 നിറങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 7 നിറങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു ഉദ്ദീപനമായിട്ട് നമ്മുടെ കണ്ണിൽ വന്നുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഉദ്ദീപനം എന്താണെന്ന്, ഇല്ലേ? അതായത് നമ്മളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുള്ളത് എല്ലാം എന്താണ്? അതെല്ലാം ഉദ്ദീപനങ്ങൾ തന്നെയാണ്. കേൾവി, അതായത് ഒരു നല്ല പാട്ട് കേൾക്കും, നമ്മൾ എന്ത് ചെയ്യും? ചെവി കാതോർത്തിരിക്കും. ആ ഒരു അലർച്ച കേൾക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ലൗഡ് സൗണ്ട് കേൾക്കും, നമ്മൾ എന്ത് ചെയ്യും? ചെവി പൊത്തുന്നു, ഇല്ലേ? അപ്പം ആ ഉദ്ദീപനം പ്രതികരിച്ചത് എങ്ങനെയാണ്? ചെവി പൊത്തിയാണ് പ്രതികരിച്ചത്. നല്ലൊരു പാട്ട് കേട്ടോ, നമ്മളെന്ത് ചെയ്തു? അത് കേട്ട് ആസ്വദിച്ചിരുന്നു. അതിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? അത് ആസ്വദിച്ചിരിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതാണ് എന്ത്? ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഉദ്ദീപനങ്ങൾ ജീവികൾ പ്രതികരണം കാരണമായ പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. ഈ ഒരു വേർഡ് പഠിച്ചു തന്നെ വെക്കുക. കാരണം അതിന് മറ്റ് ഡെഫിനിഷൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. പരീക്ഷ പേപ്പറിൽ എഴുതുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ എഴുതേണ്ടി വരും. ഇനി നമുക്ക് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന ആരാന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു ഹോട്ടലിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നു, അതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നു, ഒരു കല്യാണ ഫംഗ്ഷനിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ എന്തുണ്ടാവും? ഒരു റിസപ്ഷൻ ഉണ്ടാവും, ഇല്ലേ? റിസപ്ഷൻ എന്ന വാക്കിനർത്ഥം സ്വീകരിക്കുന്ന സ്ഥലം എന്നുള്ളതാണ്, ഇല്ലേ? സ്വീകരണം. അപ്പം ഈ ഉദ്ദീപനങ്ങൾ, അതായത് പ്രകാശമായാലും ശബ്ദമാണെങ്കിലും എന്താണെങ്കിലും നമ്മളുടെ ശരീരത്ത് നമ്മൾക്ക് അറിയുന്ന രീതിയിൽ തലച്ചോറിന് കൊടുക്കണമെങ്കിൽ ആദ്യം അതിനെ സ്വീകരിക്കുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ അതിന് സ്വീകരിക്കാൻ കാരണമായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ടാവും. അതിന് വിളിക്കുന്ന പേരാണ് ഗ്രാഹികൾ. ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ പടങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തിൻ്റെയൊക്കെ പടങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. ഒന്ന് നാവിൻ്റെ പടമാണ്, മറ്റൊന്ന് കണ്ണിൻ്റെ പടമാണ്. നമുക്ക് നാവ് വെച്ച് തന്നെ പറയാം. നാക്കിൽ ചില ഭാഗങ്ങളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, രുചി എന്ന്, അല്ലെങ്കിൽ എരിവോ പുളിയോ മധുരമോ എന്തെങ്കിലും ഇതിൻ്റെ തുമ്പത്ത് കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യും? അത് അപ്പം തന്നെ അതിനെന്ത് ചെയ്യും? ആനയിച്ചു കൊണ്ടുപോകും. ആനയിക്കുക എന്ന വാക്കിനർത്ഥം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ റിസപ്ഷൻ. അപ്പം ഈ ഗ്രാഹികൾക്ക് ഇംഗ്ലീഷിലെ പേരെന്ന് വെച്ചാൽ റിസപ്റ്റേഴ്സ് എന്നാണ്. റിസപ്ഷൻ എന്ന വാക്കും റിസപ്റ്റേഴ്സ് എന്ന വാക്കും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ, അപ്പോൾ മനസ്സിലാവും എന്താണെന്ന്. അപ്പം സ്വീകരിക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അതാണ് റിസപ്റ്റേഴ്സ് എന്നാണ് ഗ്രാഹികളുടെ പേര്. അതായത് എന്താണോ സ്വീകരിക്കുന്നത് അതാണെന്ത്? ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ്. ഇവിടെ എന്തിനാണ് നാക്ക് സ്വീകരിച്ചത്? ആ രുചി എന്ന അനുഭവത്തെ, അല്ലെങ്കിൽ രുചിക്ക് കാരണമായിട്ടുള്ള ആ വസ്തുവിൻ്റെ ആ ഒരു എസൻസ് എന്ത് സ്വീകരിച്ചു? ഈ നാവ് സ്വീകരിച്ചു, ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രുചി എന്നൊരു സംഭവം അറിയുന്നത്. നാക്കിൽ വെച്ചില്ല, പകരം നമ്മളുടെ ചെള്ളക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലാണോ വെച്ചെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ അതിന് മധുരമാണോ ഉപ്പാണോ എന്നുള്ളത്? അറിയാൻ പറ്റില്ല. അപ്പം ഇതാണ് അതിൻ്റെ രുചി അറിയാനുള്ള ഗ്രാഹികൾ ഇവിടെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഗ്രാഹികൾ എന്താണെന്നുള്ള കാര്യം നമുക്കതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടൊന്ന് നമുക്ക് നോക്കാം. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും, അതെന്താ അങ്ങനെ പറയാൻ കാരണം? ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും എന്ന് പറയാൻ കാരണം നമുക്കറിയാം, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ശരീരത്തിലെ ഒരു ഭാഗമാണ്. അത് കൂടാതെയും ചില ഭാഗങ്ങളുണ്ട്. അതാണ് അങ്ങനെ പറയുക. കാരണം ചില ഇന്റേണലായിട്ടുള്ള ചില ഭാഗങ്ങളിലും ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനുള്ള ഭാഗങ്ങളുണ്ട്. ഇനി ഉദ്ദീപനം സ്വീകരിക്കുന്നത്
ജ്ഞാനേന്ദ്രിയങ്ങളും മറ്റു ഭാഗങ്ങളും കാണുന്ന പ്രത്യേകതരം കോശങ്ങളാണ് ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. നമ്മൾ ഈ നാക്കിൻ്റെ തുമ്പത്ത് എന്താണ്, അവിടെയാണ് നമ്മൾ പഞ്ചസാര അല്ലെന്നുണ്ടെങ്കിൽ അല്പം തേനാണ് കൊണ്ടുവെക്കുന്നെങ്കിൽ ഒരുപാട് മധുരം നമുക്കുണ്ടാവും. പക്ഷേ നമ്മളിത് എൻഡിലാണ് കൊണ്ടുവെക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക എവിടെയാണ് കൂടുതൽ മധുരം എന്ന്. അവിടെ തന്നെ ഇതിൻ്റെ ആൻസർ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാഹികളുള്ള എവിടെ ആയിരിക്കും? അതിൻ്റെ ഏറ്റവും തുമ്പത്തായിരിക്കും. ഏതിൻ്റെ? ഈ ഒരു നാവിൻ്റെ തുമ്പത്ത്. ഇപ്പം ഗ്രാഹികൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എന്ത് അനുഭവമാണോ നമ്മൾക്ക് അറിയേണ്ടത് അതിനെ സ്വീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്ത് ഉദ്ദീപനങ്ങളാണോ നമുക്ക് അറിയേണ്ടത് അതിനെ സ്വീകരിക്കാനായിട്ട് അവിടെ കാത്തിരിക്കുന്ന കോശങ്ങളുണ്ട്. ആ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നാക്കിൽ ഏറ്റവും കൂടുതൽ റിസപ്റ്റേഴ്സ് എവിടെയായിരിക്കും കാണുന്നത്? നാവിൽ ഏറ്റവും കൂടുതൽ റിസപ്റ്റേഴ്സ് ഈ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടോപ്പിലായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അറ്റത്തായിട്ട്, ആ ടിപ്പിലായിരിക്കും ഏറ്റവും കൂടുതലുള്ള, അല്ലെ നാവിൻ തുമ്പിൽ കൊണ്ടുവച്ച് നോക്കുന്നത്. ഇനിയും കണ്ണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടു, കണ്ണിൻ്റെ പടമാണ്. നമ്മൾ കണ്ണിൻ്റെ പടം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ശരിക്കും ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ, നമ്മൾ കാണുമ്പോൾ അത് എങ്ങനെ ഇരിക്കുന്നെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗോളമാണുള്ളത്. ആ ഗോളത്തിൻ്റെ ഈ എൻഡ് കണ്ടോ നിങ്ങൾ? അതായത് എൻ്റെ ഏറ്റവും എൻഡ്, അതായത് നമ്മളുടെ ആ ഒരു ബാക്ക് സൈഡ്, കണ്ണിൻ്റെ ബാക്ക് സൈഡ് ഒരു ഗോളം എടുത്താൽ അതിന് ഫ്രണ്ട് വശമുണ്ട് ബാക്ക് വശമുണ്ട് എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ കൃഷ്ണമണി അതുപോലെ ഐറിസ് ഇതൊക്കെയുള്ള ഇരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ബാക്കിലേക്കാണ് പ്രകാശം പോകുന്നത്. നമുക്കറിയാം ഏതൊരു വസ്തുവും ഇതിലേക്കൂടെ കാണുക എന്ന് പറഞ്ഞാൽ പ്രകാശം ഇതിലേ കയറി എന്ത് ചെയ്യും? ഇതിൻ്റെ ബാക്കിലായിട്ട്, ഏറ്റവും ബാക്കിലായിട്ട് ചെന്ന് അടിക്കും. അതിന് വിളിക്കുന്ന പേര് ആർക്കെങ്കിലും അറിയാവോ? റെറ്റിന എന്നാണ് പേര്. കേട്ടിട്ടുണ്ടോ റെറ്റിന എന്ന്? റെറ്റിന ആ ഭാഗമാണിത്. അപ്പം കണ്ണിലെ ഗ്രാഹികൾ എവിടെ സ്ഥിതി എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? റെറ്റിന. ഈ റെറ്റിനാണിത്. ഈ റെറ്റിനയിൽ പലതരം കോശങ്ങളുണ്ട്. റോഡ് കോശങ്ങളെന്നും കോൺ കോശങ്ങളെന്നൊക്കെ പറയും. നമുക്കത് കണ്ണിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് പഠിക്കാം. ഓക്കെ. അപ്പം ഇവിടെ ചെന്ന് എന്ത് ചെയ്യും? ഇവിടെ ചെന്നിട്ട് ഈ പ്രകാശം അടിക്കും. പ്രകാശം അടിക്കുമ്പോൾ നീലയാണോ പച്ചയാണോ മഞ്ഞയാണോ വെള്ളയാണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പം അതിനെ ഗ്രഹിച്ചതാരാണ്? ഈ റെറ്റിനയിലെ കോശങ്ങളാണ്. അപ്പം കണ്ണിൽ എവിടെയാണ് ഗ്രാഹികൾ ഇരിക്കുന്നത്? അത് പ്രകാശത്തെ സ്വീകരിക്കാനായി അല്ലെങ്കിൽ നിറങ്ങളെ സ്വീകരിക്കാനായി ആരാണുള്ളത്? കണ്ണിലെ ഗ്രാഹികൾ എന്ന് പറയുന്നത് ഈ റെറ്റിനയാണ് ഉള്ളത്. നാവിൽ എവിടെയാണ്? നാവിൻ്റെ തുമ്പത്താണ്. ഇതിനൊക്കെ പേരുകളുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഓരോന്നിനെ കുറിച്ച് ഓരോ അവയവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ പേരുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദീപനങ്ങൾ എന്താണെന്നും ഗ്രാഹികൾ എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗ്രാഹികൾ എന്ന് വെച്ചാൽ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ, അതായത് നമുക്ക് എന്താണോ അറിയുന്നത്, രുചിയാണെങ്കിൽ രുചി, മണമാണെങ്കിൽ മണം, അതുപോലെ തന്നെ സ്പർശനമാണെങ്കിൽ സ്പർശനം, കാഴ്ചയാണെങ്കിൽ കാഴ്ച, കളറാണെങ്കിൽ കളർ, ഇതിനെയൊക്കെ അറിയാനായിട്ട് ആദ്യം ശരീരത്തിലേക്ക് ആരാണോ സ്വീകരിക്കുന്നത്, അല്ലെ ഏത് തരം കോശങ്ങളാണോ സ്വീകരിക്കുന്നത്, അത്തരം കോശങ്ങൾക്ക് പേരാണ് ഗ്രാഹികൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞത് എങ്ങനെയാണ്? കണ്ണിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, കണ്ണിലേക്ക് പ്രകാശം വരും. നമുക്കിപ്പോൾ ഒരാളെ കാണണം. ആരെ കാണുന്നത് എങ്ങനെയാണ്? കണ്ണിൽ കാണണമെങ്കിൽ പ്രകാശ രൂപത്തിൽ അതെന്ത് ചെയ്യും? ആ ആളുടെ രൂപം നമ്മളുടെ കണ്ണിൻ്റെ ഏറ്റവും പിൻഭാഗത്ത് എന്ത് ചെയ്യും? വന്ന് അടിക്കും, അല്ലെങ്കിൽ അവിടെ പ്രതിഫലിക്കും, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ആ ഭാഗത്ത് ഗ്രാഹികൾ അതിനെ സ്വീകരിക്കും. അപ്പം ഇതാണ് ഗ്രാഹികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ്. പേര് മറക്കണ്ട, റിസപ്ഷൻ എന്നും റിസപ്റ്റേഴ്സ് എന്നും. എന്ന് വെച്ചാൽ ആനയിക്കുക അല്ലെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ അനുഭവങ്ങളുടെ അല്ലെങ്കിൽ അറിയുക, പ്രതികരിക്കുക എന്നുള്ള ആ ഒരു ഒരു പ്രക്രിയയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. എന്തിനാണോ നമുക്ക് സ്വീകരിക്കുന്നത്, എന്തിനാണോ നമുക്ക് അറിയേണ്ടത്, അതിനെ ആദ്യം ശരീരത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ത്? നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ. അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, ഞാൻ പറഞ്ഞ ബാക്കി പേരുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊക്കെയാണ്. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറിയാൻ പറ്റില്ല, ഇല്ലേ? കാഴ്ചയില്ലാത്ത ഒരാൾക്ക് അയാൾക്ക് നമ്മൾ ചോദിക്കുകയാണ് മാമ്പഴത്തിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ, അല്ല എന്തിനെങ്കിലും നിറം ചോദിച്ചാൽ അയാൾ അറിയോ? അത് ഒരുപക്ഷെ പറഞ്ഞുള്ള അറിവുണ്ടായിരിക്കാം, ഇല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് കാഴ്ച എന്ന അനുഭവം. കാഴ്ച ഇല്ലാത്ത ഒരാൾക്ക് മാത്രമാണ് അതിൻ്റെ വില അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം അത് നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യം നമ്മുടെ കണ്ണിലാണ് എത്തിയത്. കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിമിരം പോലുള്ള കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്കിതിനെ കറക്റ്റായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അതുതന്നെയാണ് ഉദ്ദീപനങ്ങൾ. ആ ഉദ്ദീപനങ്ങളെ ആദ്യം സ്വീകരിക്കുന്ന ആരാണോ, അല്ലെങ്കിൽ ഏത് കോശങ്ങളാണോ സ്വീകരിക്കുന്നത്, അതാണ് ഗ്രാഹികൾ. ഇനി കോശങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ? കോശങ്ങൾ എന്ന വാക്കിനർത്ഥം നമുക്കറിയാം. ഒരു തെർമോക്കോളിൻ്റെ ഒരു ബോക്സ്, ആ ബോക്സിനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റിനെ, തെർമോക്കോളിൻ്റെ ഷീറ്റിനെ നമ്മൾ പൊട്ടിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ചില നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഈ തെർമോക്കോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊട്ടിച്ച് ചെറിയ പീസുകളാക്കി മാറ്റും, ഇല്ലേ? അപ്പോൾ ഓരോന്നിനെ ഈ ചെറിയ ഫുട്ബോളിൻ്റെ ഷേപ്പിലായിട്ട് നമുക്കിങ്ങനെ കിട്ടുന്നതായിട്ട് കാണാം. അതാണ് കോശങ്ങൾ എന്നുള്ള രീതിയിൽ
അതിനൊരു പറയാൻ കഴിയുന്നത്. ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ചാൽ എങ്ങനെയാണ്. അതായത് ആ തെർമോക്കോൾ മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലത്തെ ചെറിയ 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 ടിനി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചെറിയ 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 അതിൻ്റെ തെർമോക്കോളിൻ്റെ ഭാഗങ്ങൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് വലിയൊരു തെർമോക്കോൾ കിട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് മനുഷ്യ ശരീരവും മറ്റുള്ള ജീവികളുടെ ശരീരവും. എല്ലാത്തിൻ്റെ അടിസ്ഥാനം കോശം എന്നുള്ളതാണ്. ജീവികളുടെ അടിസ്ഥാനം കോശം എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ചെറിയ 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 ഇതുപോലത്തെ കോശങ്ങൾ ചേർന്നുണ്ടെങ്കിൽ കലകളുണ്ടാവും. ആ കലകൾ ചേർന്നുണ്ടായും ശരീരഭാഗങ്ങളുണ്ടാവും. ശരീരഭാഗങ്ങൾ ചേർന്നിട്ടുണ്ടാവും ശരീരം ഉണ്ടാവും. അതാണ് ഒരു ജന്തു എന്ന് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജീവി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഗ്രാഹികൾ എന്ന് പറഞ്ഞുള്ളതാണ് അവിടെ ഇതിനെ കളക്ട് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ശരീരത്തിലേക്ക് കയറ്റി വിടാൻ പറ്റിയ തരത്തിലുള്ള എന്തുണ്ട് കോശങ്ങളുണ്ട്. അതായത് ചെറിയ നമുക്ക് കാണാൻ പോലും കഴിയാത്ത തരത്തിലുള്ള കോശങ്ങളുണ്ട്. അതിന് വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാഹികൾ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതാണ് ഗ്രാഹികൾ എന്ന് പറയുന്നത്. റിസപ്റ്റേഴ്സ് എന്നുള്ള പേരാണ്, നിങ്ങൾ മറക്കണ്ട. ഇനിയും ഒരു എക്സാമ്പിൾ, ഒരു കാര്യം കൂടെ പറയുകയാണ്. ഇപ്പം നമുക്ക് മാമ്പഴത്തിൻ്റെ രുചി അറിയണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ രുചി അറിയണം. നമ്മൾ ആ ഫ്രൂട്ടിൽ നിന്ന് കുറച്ച് നീരെടുത്തിട്ട്, ഇപ്പം എക്സാമ്പിളായിട്ട് ലെമൺ, നാരങ്ങ രുചി നമുക്കറിയണം. നമ്മൾ എന്ത് ചെയ്യും? നാരങ്ങ പിഴിഞ്ഞിട്ട് നാക്കിലാണ് വെക്കുന്നത്. അല്ലാതെ നാരങ്ങ പിഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് രുചി അറിയാൻ കഴിയുമോ? ഇല്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ രുചി അറിയേണ്ട രീതിയിലുള്ള ഗ്രാഹികൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് നാവിൽ മാത്രമേ ഉള്ളൂ. അത് മറ്റൊരവയവത്തിലും അതില്ല. അതുകൊണ്ടാണ്. അപ്പം രുചി അറിയാനുള്ള ഗ്രാഹികൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് നാവിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, രുചി അറിയേണ്ട അല്ലെങ്കിൽ രുചിയുടെ റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള കോശങ്ങൾ അല്ലെ ഗ്രാഹികൾ എവിടെ സ്ഥിതി ചെയ്യുന്നു വെച്ചാൽ അത് നാവിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനൊരിക്കലും ത്വക്കിൽ സ്ഥിതി ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ത്വക്കിൽ സ്ഥിതി ചെയ്തിരുന്നെങ്കിൽ, ത്വക്കിൽ അതിനനുസരിച്ചുള്ള നാടികളുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നാരങ്ങയുടെ രുചി അറിയണമെങ്കിൽ നാവിൽ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അത് കയ്യിൽ വെച്ചാൽ മതിയായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ഓരോ അവയവങ്ങൾക്കും ഓരോ കാര്യങ്ങളെ അറിയാനും അല്ലെങ്കിൽ സ്വീകരിക്കാനുമാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം. കണ്ണുകൊണ്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ, ഒരിക്കലും ചെവി കൊണ്ട് കാണാൻ കഴിയില്ല. അതിന് കേൾവി എന്നൊരു അനുഭവം മാത്രമേ ഉണ്ടാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ഞാൻ ഇത്രയും ബ്രീഫായിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഏറ്റവും താഴത്തെ ലെവലിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന നിന്നുകൊണ്ട് വളരെ നല്ല മലയാളത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. 100% നിങ്ങൾക്കത് മനസ്സിലാവുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയല്ല, അങ്ങനെ അതാവത്തുള്ളൂ കേട്ടോ. അത്രയ്ക്കും ബ്രീഫായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഇനി അടുത്ത നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് നിങ്ങളോട് ഞാൻ വിചാരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു ഇതുമില്ല. ഒരു പുതിയ ടോപ്പിക്കാണ് ഉദ്ദീപനങ്ങളെന്നും ഗ്രാഹികളെന്നും പറയുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. ഇതൊരു ഫ്ലോ ചാർട്ടാണ്, അതായത് ഒഴുകുന്ന ഒരു ചാർട്ട് ആണുള്ള ഫ്ലോ ചാർട്ട്. ഉദ്ദീപനമാണ് ആദ്യം, അതിൻ്റെ അവസാനം എവിടാണ്? തലച്ചോറ്. നമുക്കറിയാം, നമ്മളുടെ കാലിൽ എന്തെങ്കിലും കൊണ്ടു അറിയിച്ചല്ലോ, മുള്ളു കൊണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കാലിൽ കൊണ്ടു. ഈ കാലിൽ കൊണ്ടെന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? അവിടെ ചോര വരുമ്പോഴാണ് അറിയുന്നത്. ചോര വരുമ്പോഴാണ് പലരും അറിയുന്നത് ഇതുപോലെ തന്നെ കാല് മുറിഞ്ഞത്. ഇങ്ങനെയാണോ അറിയുന്നത്? അല്ല. അതൊരു അനുഭവം ഉണ്ടാക്കില്ലേ. ആ അനുഭവത്തിൻ്റെ പേരെന്താ? നമുക്ക് പറയാൻ പോലും ചിലപ്പോൾ ഇഷ്ടമല്ല. അത് വേദന. അങ്ങനെയാണ് അനുഭവത്തിൻ്റെ പേര്, ഇല്ലേ? അപ്പോൾ അതെന്താണ്? അതൊരു ഉദ്ദീപനമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഉദ്ദീപനം എങ്ങനെ ഇവിടെ എത്തി? തലച്ചോറിലെത്തി. എവിടെയാണ് മുള്ളു കൊണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് വസ്തു കൊണ്ടത്? നമ്മളുടെ കാലിൽ. അവിടുന്ന് എവിടെ വരണം? അവിടുന്ന് ഇവിടെ വരണം. ഇത്രയും ദൂരം സഞ്ചരിക്കണം, ഇല്ലേ? നമ്മളിപ്പം കാലിൽ എന്തോ കൊണ്ടു, കുറച്ച് കഴിഞ്ഞിട്ടാണോ അറിയുന്നത് വേദന ഉണ്ടെന്ന്? അതോ 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണോ അറിയുന്നത്? അതോ ആ സമയത്ത് തന്നെ അറിയുന്നുണ്ടോ? ആ സമയത്ത് തന്നെ അറിയുന്നുണ്ട്, ഇല്ലേ? അങ്ങനെ ആണെങ്കിൽ നമ്മൾ പ്രതികരിക്കുന്നത്, ഇല്ലേ? കാലിൽ എന്തോ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കാൽ പെട്ടെന്ന് വലിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കാലൊന്ന് കുടയും, അല്ലെ കാലിലൊന്ന് തൂക്കും, അല്ലെ കാലിലെന്ത് ചെയ്യും? പെട്ടെന്ന് തിരുമും തടവും ഒക്കെ ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അറിയോ? അവിടെ വേദന എന്ന അനുഭവം നമ്മൾ ഉണ്ടായതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, എത്ര സ്പീഡിലായിരിക്കും ഇത് പോകുന്നത്. ആ ഒരു സ്പീഡിൽ പോയ ആ ഒരു കാര്യമുണ്ടല്ലോ, അതായത് അനുഭവം ഉണ്ടല്ലോ, താഴെ നമുക്ക് എന്തോ നമ്മുടെ കാലെ കൊണ്ടു, അത് പെട്ടെന്ന് തലച്ചോറിലെത്തി. അത് വിളിക്കുന്ന പേരറിയോ എന്താണ്? വളരെ സ്പീഡിലാണ്, അല്ലേ? ലൈറ്റിൻ്റെ സ്പീഡാണെന്ന് പറയാം നമ്മൾ. ഭയങ്കര സ്പീഡ്, അതായത് പെട്ടെന്ന് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, കാല് വലിക്കുന്നത്. പെട്ടെന്ന് കാലിൽ എന്തോ കൊണ്ട് നമ്മൾ പെട്ടെന്ന് കാലിൽ വെച്ചു. എന്തോ സ്പീഡായിരുന്നു. എന്താ ഇത്ര സ്പീഡ് വരാൻ കാരണം അതിന് ഇവിടുന്ന് ഇവിടെ എത്താൻ മില്ലി സെക്കൻഡുകൾ മതി. അറിയോ? മില്ലി സെക്കൻഡുകൾ. പ്രകാശത്തിനെ പോലെ തന്നെ മില്ലി സെക്കൻഡുകളാണ് വരുന്നത്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നതല്ല കേട്ടോ. അത് വേറെ ടോപ്പിക്ക്, ഇത് വേറെ ടോപ്പിക്ക്. അത് അത്ര വേഗത്തിൽ. അപ്പോൾ അത്ര വേഗത്തിൽ വരണമെങ്കിൽ നമുക്കറിയാം വേഗം എന്നൊരു വാക്കുണ്ട്. എന്തുണ്ട്? വേഗം. അപ്പം ഞാൻ എൻ്റെ ഇച്ചിരി സ്പീഡ് കൂട്ടുകയാണ്. ആ വേഗം. ആ വാക്ക് ഓർത്തിരിക്കുക എന്താണ്? ആ വേഗം. ആ വേഗങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കും. എന്താണ്?
ആവേഗങ്ങൾ. അപ്പോൾ നമുക്കറിയാം ഇവിടെ എത്തുന്ന ഉദ്ദീപനങ്ങൾ പിന്നെ സഞ്ചരിക്കുന്ന ഈ ആരോമാർഗുകളുണ്ടോ, ഈ ആരോമാർഗുകൾ എന്താണ്? ആവേഗങ്ങളാണ്. എന്താണ്? ആവേഗങ്ങളാണ്. വളരെ വേഗത്തിൽ. കണ്ടില്ലേ, ഇവിടുന്ന് ഉദ്ദീപനമായിട്ടെന്ന് പറയും അത് ജ്ഞാനേന്ദ്രിയത്തിലെത്തി, അവിടുന്ന് ഗ്രഹികളിലെത്തി, അവിടുന്ന് നാഡികളിലെത്തി, അവിടെ നിന്ന് തലച്ചോറിലെത്തി. എന്ത് ഫാസ്റ്റായിട്ടാണ് വന്നത്! എത്ര പെട്ടെന്ന് നമ്മൾ അറിഞ്ഞു വേദനയാണെന്ന്, എത്ര പെട്ടെന്ന് നമ്മൾ അറിഞ്ഞു കാൽ മുറിഞ്ഞെന്നുള്ള, അല്ലെ കാലിൽ വേദനിച്ചെന്നുള്ള കാര്യം, അല്ലെ എന്തോ കൊണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അത്ര വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നുള്ള ആ ഒരു സിഗ്നൽസ്, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്? ആവേഗങ്ങൾ. ശരിക്കും പറഞ്ഞ ആവേഗങ്ങളെക്കുറിച്ചും അതെങ്ങനെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ആ ചെറുതായ എങ്ങനെയാണ് ഒരു കോശത്തിൽ കൂടെ സഞ്ചരിക്കുന്നതൊക്കെ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പരിചയപ്പെടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.